സെൽഫിഷായി ഞങ്ങള്. ഇതാണ് സുഖമില്ലാത്ത ആൾ. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അയിനൂനെ കാണാൻ കേട്ടോ. എൻ്റെ ഏളാമ്മൻ്റെ മോളാണ് അയിനു. അപ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായിട്ട് കുറച്ച് ഡേയ്സായി, ഒരു 3 ഡേയ്സായി. അപ്പം നമ്മൾ ഇന്ന് പോയിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ അരീക്കോടാണ്. അപ്പോൾ നമ്മളിവിടെ ഉപ്പിലിട്ടതൊക്കെ കണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് നല്ല ആപ്പിള്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ആപ്പിള് ഉപ്പിലിട്ടത് കാണുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ആപ്പിളൊക്കെ ഉപ്പിലിടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊക്കെ ഉപ്പിലിടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഉപ്പിലിട്ടത്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് മാങ്ങ വാങ്ങിച്ച്, ഇതാ ഈ ഫുൾ മാങ്ങ ഉണ്ടല്ലോ, അതിന് ഒന്നിന് വരുന്നത് 15 രൂപയാണ് കേട്ടോ. അപ്പം നമ്മൾ അത് വാങ്ങിച്ച്, പിന്നെ ഹോസ്പിറ്റലിലേക്കല്ലേ പോണത്, അപ്പോൾ ഉപ്പിലിട്ടത് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട് ജസ്റ്റ് അത് മാത്രം വാങ്ങിച്ചിട്ട് മാങ്ങ മാത്രം വാങ്ങിച്ച് അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ അരീക്കോട് സ്റ്റാൻഡാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഇങ്ങനെ പോവാണ്. ഇവിടെ മദർ ഹോസ്പിറ്റലാണ് കേട്ടോ, മദർ ഹോസ്പിറ്റലാണ് മോൾ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മദർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് എൻ്റെ ഏളാമ്മൻ്റെ മോളെ ഡെലിവറി ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയത് മോളാണ്. അപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ നല്ല പരിചയമുണ്ട്, അവർക്കൊക്കെ മോളെ നല്ലോണം പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടന്ന് ഇവിടെ ഇങ്ങനെ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ചോദിച്ചു. എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, എന്ത് ഇങ്ങനെ ഷാനൂസിന് ഇങ്ങനെ കഫക്കെട്ടും അലർജിയൊക്കെ വന്നതുകൊണ്ട് ഒരു ഇൻഷുറൻസിൽ ചേരണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കവറേജിൻ്റെ എമൗണ്ട് എത്ര എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോവാണ്. ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ റൂം വരുന്നത് സെക്കൻഡിലാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റിൽ പോകണം. ഇപ്പോൾ ലിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി സെക്കൻഡിൽ പോയിട്ട് ഇറങ്ങണം. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ കോൾ ചെയ്തപ്പോൾ പറഞ്ഞു തരുന്നീനി, പിന്നെ റിസപ്ഷനിലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സെക്കൻഡിലേക്ക് ഡയറക്റ്റ് പോവാണ് കേട്ടോ. അപ്പം നമ്മളത് അവിടെ എത്തി. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതാണെന്നുള്ളത്. ബേബീസിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ. ഈ ഒരു ഫ്ലോറിൽ മൊത്തം ബേബീസിൻ്റെ റൂമും വാർഡുമാണ്. അപ്പോൾ ഇവിടെ വോളിൽ നല്ല എന്താ പറയുക കാർട്ടൂൺ പിക്ചേഴ്സ് ഉണ്ട്, ഡോറ ബുജീൻ്റെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് ബേബീസിൻ്റെ വാർഡാണ് വരുന്നത്, റൂമുമാണ്. അങ്ങനെ ഷാനൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫെന്നമോളെ അതുപോലെ അയിനു ബേബിനെയും. അപ്പോൾ അയിനുവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോയിട്ടേ കാണുള്ളൂ ഇന്ന്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അങ്ങനെ നമ്മൾ റൂം അങ്ങനെ കണ്ടുപിടിച്ചു. ഇവനാണ് സുഖമില്ലാതെ നിൽക്കുന്നതാ. പെട്ടെന്ന് കണ്ടപ്പോൾ സെൽഫിഷായി ഞങ്ങള്. ഇതാണ് സുഖമില്ലാത്ത ആള്. അയിനൂന് ഫസ്റ്റിൽ നമ്മളെ കണ്ടപ്പോൾ ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ അവിടെ കണ്ടത്. അങ്ങനെ അവന് ലോലിപോപ്പ് വാങ്ങിച്ചിരുന്നു. നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുന്ന ആ ഒരു ടൈമിൽ അവൻ ലോലിപോപ്പൊക്കെ വാങ്ങിച്ചിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അവളെ കാണാൻ പോകുന്ന ടൈമിലൊക്കെ അവന് എക്സ്ട്രാ ഒന്ന് വാങ്ങിക്കും. ഇങ്ങനെ ലോലിപോപ്പ് വാങ്ങിച്ചിട്ടാണ് പോവാം. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇങ്ങനെ 2 എണ്ണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവന് കഴിക്കാനായിരിക്കുന്നത്. അപ്പോൾ അല്ല, അങ്ങനെ കൊടുക്കാനാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഭയങ്കര കാര്യമാണ് അവളെ. അങ്ങനെ ഇത് രണ്ടാളും കൂടി പിന്നെ കളിയായിട്ടോ ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ പിന്നെ ക്ലീനിങ്ങിന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ച്. അതിനു ഭയങ്കര എന്താ പറയുക, അവൾക്ക് കയ്യിൽ ഇങ്ങനെ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ട്രിപ്പ് ഇടാനുള്ള സൂചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾ തന്നെ ഇന്ന് അവൾ ബാത്റൂമിൽ പോകുന്ന ടൈമിൽ നനഞ്ഞപ്പോൾ അവൾ തന്നെ പറിച്ചെടുത്ത്. ഒരു എന്താ പറയുക, ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഷാനൂസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നേ ഉള്ളൂ. അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇങ്ങനെ ഇതേ സെയിം കഫക്കെട്ട് കൂടിയിട്ട്. ഷാനൂസിൻ്റെ മാതിരി തന്നെയാണ് അയിനൂനും അലർജീൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഫക്കെട്ട് നല്ലോണം
നമുക്ക് ഇങ്ങനെ വയ്യായി വന്നാൽ ഇങ്ങനെ അസുഖങ്ങൾ വന്നാൽ ഇങ്ങനെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ ഉള്ളിൽ നല്ലോണം കഫം ഉണ്ടാവും. അങ്ങനെ ചുമയ്ക്കുമ്പോഴൊക്കെ ആവും ഇങ്ങനെ കഫം കുറുക്കുന്നത്. പിന്നെ അത് ശ്വാസം മുട്ടലാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അത് ആലോചിച്ചു പോയി. ഷാനൂസിന് അന്ന് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആ ഒരു സിറ്റുവേഷൻസൊക്കെയാണ് എൻ്റെ മൈൻഡിലൂടെയൊക്കെ വന്നത്. കാരണം അന്ന് ഞാൻ അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എന്തെല്ലാമൊക്കെ കാട്ടിക്കൂട്ടി 9ാമത്തെ ദിവസമാണ് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആവുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. ഇതിവിടെ എന്താ പറയുക, അവർ തുണികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വിരിച്ചിടുന്നൊക്കെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിനോ ജസ്റ്റ് ഇങ്ങനെ കരഞ്ഞപ്പം അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. ഇതിൻ്റെ എളാമ എടുത്തിട്ട് ഇങ്ങനെ അവിടേക്ക് കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തതായിരുന്നു. അങ്ങനെ പിന്നെ ഷാനൂസ് എടുത്ത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് അവനെ വലിയ കാര്യമാണ്. അപ്പോൾ അവൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഡോറ ബൂജി അങ്ങനത്തെ ഓരോ പിക്ചർ ഉണ്ടല്ലോ. ഇതിപ്പോൾ അവളെ ഇവിടേക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവാൻ വേണ്ടി കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് വന്നീനി. അപ്പോൾ അവിടെ നിന്ന് കണ്ടിരുന്നു. അവൾ ഭയങ്കര സീരിയസ് ആയിന്. കാരണം നമുക്ക് പറയില്ല, നീച്ച് നിൽക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അവളെ കണ്ടീഷൻ മൊത്തം. പക്ഷെ ഇപ്പം നോക്കി അവൾ എല്ലാം മാറി ഓക്കെ ആയി, ഹാപ്പിയായി. അപ്പോൾ അന്നേ ഉണ്ട് ഭയങ്കര ക്ഷീണം, തളർച്ച, കൊയക്കൊക്കെ ആയിട്ട് അവൾ ഭക്ഷണം പോലും കഴിക്കാത്തൊരു അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലോണം റിക്കവറായി വന്നിട്ട് ഒരു 3 ദിവസമായിട്ടുള്ളൂ ഇവിടെ അഡ്മിറ്റ് ആയിട്ട്. ഇനിയിപ്പം ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ പോകും. അവർ വീട്ടിലേക്ക് പോവും. അങ്ങനെ അത് ആവി പിടിക്കുന്നതാണ് കേട്ടോ, അത് മാസ്ക് വെച്ചിട്ട്. അപ്പോൾ ഇത് അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കില്ല, ചെറിയ മക്കൾക്ക് ഇങ്ങനെ തന്നെ ആവും. അപ്പോൾ അവൾ കരയുന്നതാണ് അതിങ്ങനെ വെക്കുന്ന ഒരു സമയത്തിട്ട് അങ്ങനെ പിടിച്ച് കാലും കൈയൊക്കെ പിടിച്ച് വെച്ചിട്ട് വേണം അങ്ങനെ ആവി പിടിക്കാനായിട്ട്. അപ്പോൾ കഫം നനഞ്ഞിട്ട് നല്ല ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 3-4 ടൈമിലിട്ട് ആവി പിടിക്കാനുണ്ട്. ഇതൊക്കെ ഈ ഒരു അവസ്ഥ ഒക്കെ നമ്മൾ കടന്നു പോകുന്നതാണോട് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഷാൻസിന് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക 1-2 ഏജിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്ന അവസ്ഥ. പക്ഷെ ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. അവന് ആവി പിടിക്കാനൊക്കെ സമ്മതിച്ചിരുന്നു. അങ്ങനെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആവി പിടിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിതിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വെള്ളത്തിന് ദാഹിക്കുന്ന, നല്ല തണുത്ത വെള്ളത്തിന് നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. അപ്പം പൊതുവെ എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. പക്ഷെ ഇവിടെ എന്താണെന്നറിയില്ല, ഭയങ്കര ചൂട്, വെള്ളത്തിന് ഭയങ്കര ദാഹിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്പേസ് ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പുറത്തോട്ട് നോക്കുമ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കയറുന്ന ഫ്രണ്ട് ഏരിയ ഉണ്ട് അത്. അപ്പം ഞാനിതാ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ വെള്ളം എടുത്ത്, കൂൾ വാട്ടർ എടുത്ത്, തണുത്ത വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് നമ്മളിവിടുന്ന് പോവാണ്. ഇനിയിപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവർക്ക് ഡിസ്ചാർജ് ആയിട്ട് പോവാം. ഷാനുസിനാണെങ്കിൽ അവളെ അവിടുന്ന് റൂമിൽ നിന്ന് പോരുമ്പോൾ പറയുന്നത് നമുക്ക് റൂമിൽ അവിടെ നിൽക്കാമെന്നൊക്കെയാണ്. പക്ഷേ അവിടെ ബെഡ് എക്സ്ട്രാ ഒക്കെ ഉണ്ട് കേട്ടോ, എടുക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതല്ലല്ലോ, അങ്ങനെ ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇപ്പം അവനെ പിടിച്ച് കൊണ്ടുവന്നു. അവന് ഭയങ്കര മിസ് ചെയ്യും അവളെ. അവൾക്കും അങ്ങനെ തന്നെ കേട്ടോ, അവനായാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഹോസ്പിറ്റൽ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.